പെരുമ്പളം ദ്വീപ് നിവാസികളായ മത്സ്യത്തൊഴിലാളികളുടെ കക്കവാരൽ പ്രക്രിയയും സംസ്കരണവും തീർത്തും ക്ലേശകരമായ ജോലിയാണ്. 30-40 വർഷമായി ഈ തൊഴിലിലേർപ്പെട്ടിട്ടും ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പട്ടിണിപ്പാവങ്ങൾ ഈ ദ്വീപിൻ്റെ തന്നെ മുഖമുദ്രയായി മാറുന്നു. ഗതാഗത സൗകര്യമില്ലാതിരുന്ന കാലത്ത് കേവലം വള്ളത്തിലും തോണിയിലുമായിട്ടാണ് മത്സ്യബന്ധനവും കക്ക ശേഖരണവും ചെയ്തിരുന്നത്. കക്ക സംസ്കരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ചിത്രങ്ങളിലൂടെ ദൃശ്യമാകുന്നത്. ഞാൻ ചെറുപ്പം മുതലേ ഈ കേവള്ളത്തെ നടന്ന് പണിയെടുക്കുന്ന ആളായിരുന്നു. മീൻപിടുത്തമാണ് എൻ്റെ തൊഴിൽ. 10-74 വയസ്സായി. അതൊക്കെ മുമ്പ് ഞങ്ങൾ അക്കരെ ഇക്കരെ പോകുന്നതും വേറെയുള്ള ഇതിലുമൊക്കെ കേവള്ളത്തിൽ കക്ക വരാൻ പോകും, അങ്ങനെ മീൻ പിടിക്കാൻ പോകും. എൻ്റെ പേര് ലീല. 30 കൊല്ലമായി ഞങ്ങൾ മീൻ കച്ചവടമാണ്. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം കഴിയണത്. അങ്ങനെ ഞങ്ങളുടെ കച്ചവടം കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പിരിഞ്ഞു ഒക്കെ പോവുകയാണ്. കേവളം എന്ന് പറയുന്നത് ഈ പല ഇവർക്ക് സാധനങ്ങൾ ഇഷ്ടിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണ്ട് കയറ്റി ഇറക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഞങ്ങൾ മങ്കൊമ്പിലായിരുന്നു സ്ഥിരം. ഒരു 10-40 കൊല്ലം ഞങ്ങൾ മങ്കൊമ്പിലുണ്ടായിരുന്നു. മങ്കൊമ്പ് ആലപ്പുഴയായിട്ട് ഉള്ളൊരു പണിയായിരുന്നു. മണ്ണെണ്ണ കൊണ്ടുപോവുക, അങ്ങനെ അത് ഈ കേവളത്തെ തന്നെ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. ബീപ്പൊക്കെ താക്കിയിട്ട് കൊണ്ടുപോകും. ടാങ്ക് ലോറിക്ക് ആലപ്പുഴ വരും. ആലപ്പുഴയിൽ നിന്ന് ബീപ്പൊക്കെ താക്കി ഞങ്ങൾ വള്ളത്തെ കയറ്റി കൊണ്ടുപോയി അവിടെ മങ്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിറക്കി. അവിടെ 10-40 കൊല്ലം ഉണ്ടായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട്. സ്റ്റേഷനറി സാധനങ്ങളൊക്കെ എറണാകുളത്ത് വന്ന് കൊണ്ടുപോകും. അങ്ങനെ കൊല്ലം വരെയൊക്കെ പോവും. കേവളത്തെ ചാവക്കാട്, കൊല്ലം, എല്ലാ സ്ഥലത്തും പോവും. ദേവകി എന്ന പേര്. 80 വയസ്സായി. ഇത് കണ്ടമായിരുന്നു, കൃഷി ചെയ്യണ സ്ഥലമായിരുന്നു. വെള്ളവും പാലും ചെറിയ ഒക്കെ ആയിരുന്നു. അതിലാണ് ഞങ്ങളെ കൊണ്ടുവന്നത്.